അമ്മയുടെ പ്രതിഷേധത്തിന്റെ സാക്ഷിയാക്കി മാറ്റിയതിന് ഞാൻ 1000 നന്ദി പറയുന്നു. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 12 വർഷമായിരുന്നു. എൻ്റെ ഹസ്ബൻഡിന് കൗണ്ട് പ്രോബ്ലം ആയിരുന്നു. 2013 മുതൽ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തതാണ്. IVF പല ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും ഞങ്ങൾക്ക് കുട്ടികളുണ്ടായില്ല. ഏത് ഹോസ്പിറ്റലിൽ പോയാലും പറയുന്നത് നിങ്ങൾക്ക് നോർമലായിട്ട് കുട്ടികൾ ഉണ്ടാവില്ലെന്നാണ്. കാര്യം എൻ്റെ ഹസ്ബൻഡിന് മോട്ടിലിറ്റി ഇഷ്യൂ ഉണ്ടായിരുന്നു. 5% എൻ്റെ ഹസ്ബൻഡിന് മോട്ടിലിറ്റി ഉള്ളത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഞങ്ങൾക്ക് നോർമലി എനിക്ക് പ്രഗ്നൻസി സാധ്യമല്ലായിരുന്നു. 2013 മുതൽ 2024 മാർച്ച് വരെ ഞങ്ങൾ പല ട്രീറ്റ്മെൻറ്റുകൾ എടുത്തു. പല ഹോസ്പിറ്റലുകൾ കയറി ഇറങ്ങി. ഒരുപാട് ലക്ഷങ്ങൾ ഞങ്ങൾക്ക് ചിലവായി. പറഞ്ഞു വെരിക്കോസിൻ്റെ ഒരു സർജറി ചെയ്താൽ മേ ബി നിങ്ങളുടെ ഹസ്ബൻഡിന് എനിക്ക് പ്രഗ്നൻ്റ് ആവാൻ സാധിക്കുമെന്ന് പറഞ്ഞു. എൻ്റെ ഹസ്ബൻഡിന് വെരിക്കോസിൻ്റെ സർജറി ചെയ്തു. ആ സർജറി ഫെയിലിയർ ആയിരുന്നു. കാര്യം എൻ്റെ ഹസ്ബൻഡിനുള്ള കൗണ്ടും മോട്ടിലിറ്റിയും കൂടെ കുറയുകയാണ് ചെയ്തത്. എൻ്റെ ഹസ്ബൻഡ് ഓൺലൈൻ വഴി ഉടമ്പടി എടുത്ത് 2 ദിവസത്തിനുള്ളിൽ തന്നെ എൻ്റെ ഹസ്ബൻഡിന് ഒരു ജോലി റെഡിയാവുകയും ഞാൻ കൃപാസനത്തിലെ 5 പ്രാർത്ഥന ചൊല്ലുകയും അതേപോലെ തന്നെ എല്ലാ ദിവസവും ഉടമ്പടി ധ്യാനത്തിൽ എല്ലാ ചൊവ്വാഴ്ചകളിൽ ഉടമ്പടി ധ്യാനം കൂടി എല്ലാം ചെയ്തു. ഞാൻ കരഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ എനിക്കിവരെല്ലാം മുമ്പി അമ്മയുടെ ഒരു പ്രതിഷേധത്തിന് സാക്ഷിയായി ഇനി മാറണം. മാതാവ് അതിന് എനിക്കൊരു വഴി കാണിച്ചു തന്നു. നിങ്ങളൊരു ഭാഗ്യം ഉണ്ടോ എന്ന് പ്രാർത്ഥിച്ചു. അന്നേരം ഞാൻ ചൊല്ലി മനുഷ്യർക്ക് അസാധ്യമായ ദൈവത്തിന് സാധ്യമാണ്. റിപ്പീറ്റ് ചെയ്ത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഞാൻ സ്കാനിങ്ങിന് കയറി കഴിഞ്ഞപ്പോൾ അവിടെ എന്നെ സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചു, തനിക്ക് പീരീഡ്സ് ആയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഈ മാസം ആയിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു, എൻ്റെ 12 വർഷം എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഇതുവരെ ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, എന്നാൽ താൻ പ്രഗ്നൻ്റ് ആണ്, 6 വീക്സ് ഇപ്പോൾ ഗ്രോത്ത് ഉണ്ട്, കുഞ്ഞിന് ഹാർട്ട് ബീറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ അതിന് മുമ്പ് ഞാൻ അതിന് മുമ്പ് ജോലി ചെയ്യുമായിരുന്നു, വെയിറ്റ് എടുക്കുമായിരുന്നു, എല്ലാം ചെയ്യുമായിരുന്നു. എൻ്റെ കുഞ്ഞിന് ഒരു ആപത്തും കൂടെ 6 വീക്സ് പ്രഗ്നൻ്റ്, ഹാർട്ട് ബീറ്റും എല്ലാം ഉണ്ട്. എല്ലാം 9-ാം മാസം വരെ എൻ്റെ പ്രഗ്നൻസിയിൽ എനിക്കൊരു പ്രോബ്ലം ഇല്ലായിരുന്നു. ലാസ്റ്റ് സ്കാനിങ് ആയപ്പോൾ എൻ്റെ കുഞ്ഞിന് ഇത് കോഡ് ചുറ്റിയിട്ടുണ്ടായിരുന്നു. ചുറ്റിയാൽ തന്നെ പ്രശ്നങ്ങളൊന്നുമില്ല, ഒരു കോംപ്ലിക്കേഷനും ഇല്ലാതെ തന്നെ എന്നെ നവംബർ മാസം 27-ാം തീയതി ഞാനൊരു ആൺകുഞ്ഞിന് ജന്മം നൽകി. ഞാൻ കുഞ്ഞിന് മിലൻ എന്ന് പേരിട്ടു. എനിക്കും എൻ്റെ മാതാവ് തന്ന ഈ അനുഗ്രഹങ്ങൾ ഞാൻ എല്ലാവരെയും അറിയിക്കും. ഞാൻ എന്നിട്ട് എന്നെ കളിയാക്കിയ വ്യക്തികൾക്കെല്ലാം അതുവരെ ഞാൻ ആരോടും ഒന്നും പറഞ്ഞില്ല. കളിയാക്കിയ വ്യക്തികൾക്കെല്ലാം എൻ്റെ കുഞ്ഞിൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു, എനിക്ക് മാതാവ് തന്ന കുഞ്ഞാണ്, എൻ്റെ കൃപാസന അമ്മ തന്ന കുഞ്ഞാണ്. എൻ്റെ ഹസ്ബൻഡും അതോടുകൂടി നല്ല വിശ്വാസത്തിലായി.